മോഡ്യൂൾ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത്. ഇത് നോക്കിയിട്ടേ നിങ്ങൾ പോകാവൂ. അപ്പം നമ്മൾ 4th മോഡ്യൂളിൽ കൺട്രോൾ ലോജിക്കിൻ്റെ ഓർഗനൈസേഷൻ പഠിച്ചപ്പം നമ്മൾ കണ്ട പല ടൈപ്പ് ഓഫ് കൺട്രോൾ ലോജിക് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ്, സെക്കൻഡ് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്, തേർഡ് PLA കൺട്രോൾ ആൻഡ് ഫോർത്ത് വൺ ഈസ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഈ മൈക്രോ പ്രോഗ്രാം കൺട്രോളിൻ്റെ ആ ഒരു ഫിഗറിനകത്ത് നമ്മൾ കണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് 3 യൂണിറ്റുകൾ ചേർന്നിട്ടാണ് നെക്സ്റ്റ് അഡ്രസ് ജനറേഷന്, പിന്നെ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ, കൺട്രോൾ മെമ്മറി. അതായത് ഈ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ വെച്ചിട്ട് അത് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് കൊടുത്ത് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററാണ് ഈ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് 1 by 1 ആയിട്ട് മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ എടുത്തിട്ട് ഓപ്പറേഷൻസ് നടത്തുന്നത്. അപ്പം ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ നമ്മൾ പറയുന്ന ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് അല്ലെ മൈക്രോ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെ കൺട്രോൾ വേരിയബിൾസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് കൺട്രോൾ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നടത്തുന്ന ഓപ്പറേഷൻസിനാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത് ഈ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്ററിനെയാണ് നമ്മൾ നോർമലി മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ഷുഡ് ബി viewed as consisting of 2 parts: control memory that stores the micro instructions. മൈക്രോ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് നമ്മൾ കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് എന്നൊക്കെ പറയും. നമ്മൾ ആ PPTക്കകത്ത് പഠിച്ചത്. അപ്പോൾ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് നമ്മൾ കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അസോസിയേറ്റഡ് സർക്യൂട്ട് ദാറ്റ് കൺട്രോൾസ് ജനറേഷൻ ഓഫ് ദ നെക്സ്റ്റ് അഡ്രസ്. അപ്പം ഒരു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള 2 പാർട്ടാണ് ഈ കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നതും പിന്നെ എന്താണ് നെക്സ്റ്റ് അഡ്രസ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ട്. ഓക്കെ, ദ അഡ്രസ് ജനറേഷൻ പാർട്ട് ഈസ് സംടൈംസ് കോൾഡ് എസ് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ. ഈ അഡ്രസ് ജനറേഷൻ പാർട്ടിനെയാണ് നമ്മൾ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് സീക്വൻസസ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദി കൺട്രോൾ മെമ്മറി. അതായത് കൺട്രോൾ മെമ്മറിയിലുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ 1 by 1 ആയിട്ട് നമുക്കറിയാം ഒരു പ്രോഗ്രാമിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതായത് കളക്ഷൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനാണല്ലോ നമ്മൾ പ്രോഗ്രാമായിട്ട് പറയുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിന് ഒരു ഒരു ഓർഡർ ഉണ്ട്, അത് 1 by 1 ആയിട്ടായിരിക്കും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്കിത് സീക്വൻഷ്യൽ മാനറിൽ പിന്നെ അതുപോലെ ചില കണ്ടീഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ആ നോർമൽ ഒരു എക്സിക്യൂഷൻ ഫ്ലോയിൽ നിന്ന് നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ സബ് റൂട്ടീൻ കോൾസ് ഒക്കെ വരുമ്പോഴാണ് ഒരു നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനിൽ നിന്ന് നമുക്ക് ഡീവിയേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് സീക്വൻഷ്യലിയാണ് നമുക്ക് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസിനെ സീക്വൻസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് അഡ്രസ് ജനറേഷൻ പാർട്ട് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പറയുന്നത് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നു. അപ്പോൾ ഈ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത് നോർമലി ഒരു MIC സർക്യൂട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഓരോ ക്ലോക്കിലും അടുത്ത ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ സർക്യൂട്ടായിരിക്കും. ഇങ്ങോട്ടുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ വലുതായിട്ട് ഈ ഒരു പാരഗ്രാഫ് വലുതായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഒരു MSI സർക്യൂട്ടാണെന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ അറ്റാച്ച്ഡ് ടു എ കൺട്രോൾ മെമ്മറി inspects certain bits of micro instruction from which it determines the next address for control memory. ഓക്കെ, അപ്പോൾ ഈ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത് കൺട്രോൾ മെമ്മറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ശരിക്കും പറയുന്നത്, അടുത്ത ഏത് മൈക്രോ വേർഡിനെയാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ മൈക്രോ പ്രോഗ്രാമർ ജനറേറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ കൺട്രോൾ ലോജിക് ഓർഗനൈസേഷനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് കൊടുത്ത് അതാണ് കൺട്രോൾ മെമ്മറിയിൽ നിന്ന് 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷൻസിനെ റീഡ് ചെയ്യുന്നതെന്നൊക്കെ ആ ഒരു PPTയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. ഒരു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിന് മെയിനായിട്ട് 2 പാർട്ടുണ്ട്. ഒരു കൺട്രോൾ മെമ്മറി ഉണ്ടായിരിക്കും, അതിനകത്തായിരിക്കും മൈക്രോ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഒരു അസോസിയേറ്റഡ് സർക്യൂട്ട് ഉണ്ടായിരിക്കും ദാറ്റ് ജനറേറ്റ്സ് എ നെക്സ്റ്റ് അഡ്രസ്. ആ സർക്യൂട്ടിനെയാണ് നമ്മൾ പറയുന്നത് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ സിൻസ് ഇറ്റ് സീക്വൻസസ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദി കൺട്രോൾ മെമ്മറി. കൺട്രോൾ മെമ്മറിയിലുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ സീക്വൻസ് ചെയ്യുന്നത് ഈ നെക്സ്റ്റ് അഡ്രസ് ജനറേഷൻ പാർട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നു. ഇതൊരു MSI സർക്യൂട്ടാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെയിൻ
പണി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ദ ടിപ്പിക്കൽ സീക്വൻസർ പ്രൊവൈഡ്സ് ദ ഫോളോയിങ് അഡ്രസ് സീക്വൻസിങ് കേപ്പബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ താഴെ പറയുന്ന 5 കേപ്പബിലിറ്റി ഈ അഡ്രസ് സീക്വൻസറിന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻക്രിമെൻറ്റ് ദ പ്രസൻറ്റ് അഡ്രസ് ഫോർ ദ കൺട്രോൾ മെമ്മറി. കൺട്രോൾ മെമ്മറിയിലുള്ള ഇപ്പോൾ നമ്മൾ 10ാമത്തെ ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് 11ാമതായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് 11ാമത്തെ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യണം. പിന്നെ 12ാമത്തെ, അങ്ങനെ 1 by 1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. പ്രസൻറ്റ് അഡ്രസ്സിൽ നിന്ന് നെക്സ്റ്റ് കൺട്രോൾ വേർഡിനെ എടുക്കാനായിട്ട് ആ ഒരു ഇൻക്രിമെൻറ്റിങ് അവിടെ നടന്നാൽ മാത്രമേ നെക്സ്റ്റ് അഡ്രസ്സ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് പോകത്തുള്ളൂ. ഇൻക്രിമെൻറ്റ്സ് ദ പ്രസൻറ്റ് അഡ്രസ് ഫോർ ദ കൺട്രോൾ മെമ്മറി. പിന്നെ ബ്രാഞ്ച് ടു ദ അഡ്രസ് ആസ് സ്പെസിഫൈഡ് ബൈ ദ അഡ്രസ് ഫീൽഡ് ഓഫ് ദ മൈക്രോ ഇൻസ്ട്രക്ഷൻ. നമുക്കറിയാം പലപ്പോഴും നമുക്ക് നോർമൽ ഫ്ലോയിൽ നിന്ന്, അതായത് സീക്വൻഷ്യൽ ഫ്ലോയിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് നമുക്ക് എക്സിക്യൂഷൻ നടത്തേണ്ട പല സിറ്റുവേഷൻസ് വരും. പല ഇഫ് എൽസ് കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാമിൽ തന്നെ നമുക്ക് ഒരു ലൊക്കേഷനിൽ നിന്ന് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലൊക്കേഷനിലോട്ട് നമുക്ക് കൺട്രോള് കൊടുത്തിട്ട് അവിടെ കിടക്കുന്ന ഇൻസ്ട്രക്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഇഫ് എൽസ് കണ്ടീഷനൊക്കെ വരുമ്പോൾ പല പാർട്ടുകൾ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലോട്ട് കൺട്രോൾ പോയിട്ട് അവിടെ നിന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതായിട്ട് വരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയണം ഈ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന്. പിന്നെ അതുപോലെ പലപ്പോഴും ഈ സ്റ്റാറ്റസ് ബിറ്റുകളുടെ വാല്യൂ അനുസരിച്ച് അത് 1ഉം 0 ആകുന്നതിനനുസരിച്ചും ബ്രാഞ്ചിങ് വരാം. അപ്പോൾ അതനുസരിച്ചും നമുക്ക് ബ്രാഞ്ചിങ് കേപ്പബിളായിട്ട് നടത്താൻ പറ്റണം. പിന്നെ അതുപോലെ ട്രാൻസ്ഫർ കൺട്രോൾ ടു എ ന്യൂ അഡ്രസ് ആസ് സ്പെസിഫൈഡ് ബൈ ദ എക്സ്റ്റേണൽ സോഴ്സ്. ഇപ്പോൾ ഒരു മൈക്രോ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ, മൈക്രോ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ആ മൈക്രോ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഇനിഷ്യൽ അഡ്രസ്സ് നമുക്ക് പലപ്പോഴും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ആ ഇനിഷ്യൽ അഡ്രസ്സ് എടുത്തുകൊണ്ട് ഒരു ന്യൂ മൈക്രോ പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിൻ്റെ സ്റ്റാർട്ടിങ് അതിനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പിന്നെ അതുപോലെ ഹാസ് എ ഫെസിലിറ്റി ഫോർ സബ് റൂട്ടീൻ കോൾസ് ആൻഡ് റിട്ടേൺ. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമിനകത്ത് ചില ടാസ്കുകളൊക്കെ ചെയ്യേണ്ടത് ചിലപ്പോൾ കുറേ തവണ നമുക്ക് ആ ടാസ്കുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആ ടാസ്കുകളെ പ്രത്യേകം കോഡുകളായിട്ട് നമ്മുടെ പ്രോഗ്രാമിലല്ല വേറെ എവിടെയെങ്കിലും ലൊക്കേഷൻസിൽ അത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് ആ ഒരു സെറ്റ് ഓഫ് കോഡ്സ് യൂസ് ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാം മാത്രമായിരിക്കത്തില്ല. പല പ്രോഗ്രാമുകളിലേക്കും ഇപ്പോൾ സെർച്ചിങ്ങിൻ്റെ അൽഗോരിതം, സോർട്ടിങ്ങിൻ്റെ അൽഗോരിതം അതൊക്കെ സബ് റൂട്ടീൻസായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പല പ്രോഗ്രാമുകൾക്ക് ആ ഒരു സബ് റൂട്ടീനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൽ സെർച്ചിങ്ങോ സോർട്ടിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ജോബുകൾ നടക്കും. അത് നമ്മുടെ കോഡിൽ പലവട്ടം അതിൻ്റെ റെപ്പറ്റീഷൻ വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് ആ സബ് റൂട്ടീനെ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺട്രോള് കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്ന് സബ് റൂട്ടീൻ്റെ പിന്നെ ആദ്യത്തെ അഡ്രസ്സിലോട്ട് നമുക്ക് കൺട്രോളിനെ സ്വിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഇനി ഏതാണോ അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത്, നമ്മുടെ ഇൻട്രപ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ പ്രോസസ്സർ സ്റ്റാക്കിൽ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രോള് സബ് റൂട്ടീനിലോട്ട് പോകുന്നത്. തിരിച്ച് നമ്മൾ വരുമ്പം സബ് റൂട്ടീനിൽ നിന്ന് റിട്ടേൺ വിളിക്കുമ്പോൾ ഈ പ്രോസസ്സർ സ്റ്റാക്കിൽ വന്നിട്ടാണ് നെക്സ്റ്റ് അഡ്രസ്സിനെ എടുത്തിട്ടാണ് അതിൻ്റെ എവിടെ നിന്നാണോ പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് റെസ്യൂം ചെയ്ത് പോകുന്നത്. നമ്മൾ ഇൻട്രപ്റ്റിൻ്റെ എക്സിക്യൂഷൻ കണ്ട പോലെ തന്നെയാണ് ഈ സബ് റൂട്ടീൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ബ്രാഞ്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പ്രോഗ്രാമിൽ തന്നെ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു, അതായത് ദൂരെയുള്ള ഒരു ലൊക്കേഷനിലോട്ട് നമ്മൾ കൺട്രോളിനെ സ്വിച്ച് ചെയ്യുന്നു. ഇഫ് എൽസ് കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രോഗ്രാമിനെ നമ്മൾ കോൾ ചെയ്യാണ് നമ്മുടെ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻസിനെ എല്ലാം കറക്റ്റായിട്ട്, അതായത് സീക്വൻഷ്യൽ എക്സിക്യൂഷനകത്ത് ഓരോ തവണയും അഡ്രസ്സ് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ബ്രാഞ്ചിങ് വരുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് നോക്കണം. പിന്നെ സ്റ്റാറ്റസ് ബിറ്റ് അനുസരിച്ചുള്ള ബ്രാഞ്ചിങ് ആണ്, അതും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ആ കണ്ടീഷൻസും വൈസായിട്ട് ഹാൻഡിൽ ചെയ്യണം. പിന്നെ പുതിയൊരു മൈക്രോ പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ അഡ്രസ്സസ് ചിലപ്പോൾ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നായിരിക്കും എടുക്കേണ്ടത്. ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. പിന്നെ സബ് റൂട്ടീൻ കോൾസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം. അപ്പം ഇതിനകത്ത് സബ് റൂട്ടീൻ, ഈ ഒരു സ്ലൈഡിനകത്ത് സബ് റൂട്ടീൻ എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സബ് റൂട്ടീൻ എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണമെങ്കിൽ ഈ സ്ലൈഡ് ഒന്ന് വായിച്ച് നോക്കി. ഇത് എഴുതേണ്ട ആവശ്യമില്ല. സബ് റൂട്ടീനെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക. അതായത് സബ് റൂട്ടീൻ കോൾ ചെയ്യുന്ന സമയത്ത്
നമ്മൾ സബ് റൂട്ടീനിലോട്ട് കൺട്രോൾ സ്വിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ നെക്സ്റ്റ് അഡ്രസ്സിനെ കൊണ്ട് പ്രോസസ്സർ സ്റ്റാക്കിൽ കൊണ്ട് വെച്ചിട്ട് വേണം സബ് റൂട്ടീനിലോട്ട് പോകാം. അവിടെ നിന്ന് റിട്ടേൺ വിളിക്കുമ്പോൾ പ്രോസസ്സർ സ്റ്റാക്കിൽ നിന്നാണ് ആ നെക്സ്റ്റ് അഡ്രസ്സിനെ എടുത്തിട്ടാണ് നമ്മുടെ എന്താണ് ആ ഒരു സ്റ്റോപ്പ് ചെയ്ത്, അതായത് കോളർ പ്രോഗ്രാമിനെ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എക്സാമിന് എന്തായാലും ഇത് പഠിച്ച് വരച്ചേ പറ്റത്തുള്ളൂ. ഇത് മിക്കവാറും എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലോജിക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇതിവിടെ കണ്ടു, ഇതാണ് നമ്മുടെ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ആണ് നമ്മുടെ ഈ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്ററിൻ്റെ ഏത് അഡ്രസ്സിലോട്ടാണ് ഇനി, അതായത് നമ്മുടെ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനെ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് കൊടുത്തിട്ടാണ് കൺട്രോൾ മെമ്മറിയിൽ നിന്ന് നമ്മൾ പഠിച്ചല്ലോ, കൺട്രോൾ മെമ്മറിയിൽ നിന്ന് 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷൻസിനെ റീഡ് ചെയ്യുന്നത്. അത് ചിലപ്പം സീക്വൻഷ്യൽ അഡ്രസ്സ് ആകാം, ബ്രാഞ്ച് അഡ്രസ്സ് ആകാം, അല്ലെങ്കിൽ റിട്ടേൺ ഫ്രം അഡ്രസ്സ് ആകാം, അങ്ങനെ പല അഡ്രസ്സുകളാകാം. അപ്പോൾ ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഈ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്ററാണ്. ആ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്ററിന് വേണ്ടി നമ്മളിവിടെ ഒരു മക്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനെ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് വിട്ടിട്ട് ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററാണ് നമ്മുടെ കൺട്രോൾ മെമ്മറിയായിട്ട് ഞാൻ പറഞ്ഞ റോമും PLAയും അതായത് റൈറ്റ് കൺട്രോൾ മെമ്മറിയൊക്കെ ഈ കൺട്രോൾ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഈ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് കറസ്പോണ്ടിങ് മൈക്രോ വേർഡിനെ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ റീഡ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും അതിൻ്റെ റീഡിങ് പ്രൊസീജിയർ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി, ഈ മക്സിലോട്ട് 4 ഇൻപുട്ടുകൾ വരുന്നുണ്ട്, എന്നിട്ട് ഒരു ഔട്ട്പുട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് 2 സെലക്ഷൻ വേരിയബിൾസ് ഉണ്ട്. S1 S0 എന്ന് പറയുന്ന 2 സെലക്ഷൻ വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് വരുന്നത് നമുക്കറിയാം. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ അഡ്രസ്സ് ആകാം. എക്സ്റ്റേണൽ അഡ്രസ്സ് പലപ്പോഴും എടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് പുതിയതായിട്ടൊരു മൈക്രോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കൊടുക്കുന്നത്. ഇനി ഒന്നാമത്തെ, അതായത് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 0 എന്ന് പറയുന്നത് ചിലപ്പം ഇൻപുട്ടായിട്ട് വരുന്ന ഒരു എക്സ്റ്റേണൽ അഡ്രസ്സ് ആകാം. അതായത് പുതിയൊരു മൈക്രോ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇനിഷ്യൽ അഡ്രസ്സായിട്ട് നമ്മൾ എക്സ്റ്റേണൽ അഡ്രസ്സിനെയാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ അടുത്ത 1 കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോക്കിയേ, സ്റ്റാക്കിൽ നിന്ന് വരുന്ന ഇവിടെ ഉണ്ട്. സ്റ്റാക്കിൽ നിന്ന്, അതായത് നമുക്ക് പലപ്പോഴും പ്രോസസ്സ് സ്റ്റാക്കിൽ നിന്ന് റിട്ടേൺ അഡ്രസ്സിനെ നമുക്ക് റീഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പ്രോഗ്രാം റെസ്യൂം ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ആ ഒരു കേസിൽ, അതായത് നമ്മളൊരു സബ് റൂട്ടീൻ കോൾ ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ പ്രോസസ്സ് സ്റ്റാക്കിൽ നിന്നാണല്ലോ നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സിനെ എടുക്കാൻ. ആ അഡ്രസ്സിനെ വേണം നമുക്ക് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് കൊടുക്കാൻ. അപ്പം നമുക്ക് നമ്മുടെ ആ നിർത്തിയ കോളർ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് അടുത്ത കേസ്. ഇനിയും 3ാമത്തെ കേസ്, അതായത് പിൻ 2ൽ വരുന്നതാണ് 3ാമത്തെ കേസ് എന്ന് പറയുന്നത്. നമുക്ക് സീക്വൻഷ്യലി അഡ്രസ്സുകൾ, അതായത് നമുക്ക് ഡീവിയേഷൻ ഒന്നും വരുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷൻസും വരുന്നില്ലെങ്കിൽ സീക്വൻഷ്യലി നമുക്ക് അഡ്രസ്സിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തു. അതായത് 1ാമത്തെ 2ാമത്തെ 3ാമത്തെ അങ്ങനെ നമുക്ക്, അതായത് ഇഫ് എൽസ് ഒന്നും വരുന്നില്ല, അങ്ങനെ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ 4ാമത്തെ കേസ്, അതായത് പിൻ 3ൽ കൊടുത്തിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിങ് വരുവാണ്. ഒരു പ്രോഗ്രാമിൽ തന്നെ ഒരു ഡിസ്റ്റൻറ്റ് ലൊക്കേഷനിലോട്ട് കൺട്രോളിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് അഡ്രസ്സ് കൊടുക്കുന്നത്. അങ്ങനെ 4 തരത്തിലുള്ള ഇൻപുട്ടുകളാണ് ഈ മക്സിലോട്ട് വരുന്നത്. ഈ മക്സിൻ്റെ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഔട്ട്പുട്ടാണ്, ഇതിലേതെങ്കിലും ഒരു അഡ്രസ്സായിരിക്കും അറ്റ് എ ടൈം നമ്മൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ സെലക്ഷൻ വേരിയബിൾസാണ് S1 S0 എന്ന് പറയുന്നത്. അപ്പം അതിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് I1 I0, ഇവിടെ കണ്ടോ I1 I0, പിന്നെ ഇവിടെ നോക്കിയാണെങ്കിൽ I1 I0, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ T എന്ന് പറയുന്ന ടെസ്റ്റ് ബിറ്റാണ്. അത് സ്റ്റാറ്റസ് രജിസ്റ്റർ എന്നുള്ള ബിറ്റിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഈ I2 എന്ന് പറയുന്ന വേരിയബിളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സെലക്ഷൻ വേരിയബിളിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സെലക്ഷൻ വേരിയബിളാണ് തീരുമാനിക്കുന്നത് ഔട്ട് ഓഫ് 4 ഇൻപുട്ടിൽ നിന്ന് ഏതിനെ മക്സ് സെലക്ട് ചെയ്യണമെന്നുള്ള ഈ സെലക്ഷൻ വേരിയബിളിലോട്ടുള്ള ഇൻപുട്ട് എന്ന് പറയുന്ന I1 I0 അതായത് I0 I1 I2 പിന്നെ ഈ ടെസ്റ്റ് ബിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്കുള്ള ഇൻപുട്ടായിട്ട് വരുന്നത്.
അപ്പം അതെങ്ങനെ ഏത് സമയത്ത് ഏത് ഓപ്പറേഷൻ ഇതിൻ്റെയൊക്കെ വാല്യൂസ് വേരി ചെയ്യുമ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസാണ് നടക്കുന്നതെന്നുള്ളതാണ് നമ്മൾ അടുത്ത നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ 2 സ്ലൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മൾട്ടിപ്ലെക്സർ എന്താണെന്നും എന്താണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതണം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് 4 അഡ്രസ്സുകളാണ് മക്സിലോട്ട് വരുന്നതെന്നും അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം പിന്നെ കൺട്രോൾ അഡ്രസ്സ് രജിസ്റ്ററിലോട്ട് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഈ സ്റ്റാക്ക് പോയിൻ്റർ എപ്പോഴും നമ്മളറിയാം ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിനെ പോയിൻ്റ് ചെയ്യുന്നതായിരിക്കും സ്റ്റാക്ക് പോയിൻ്റർ. അപ്പം ഇപ്പം നമുക്കൊരു സബ് റൂട്ടീനിൽ നിന്ന് റിട്ടേൺ ചെയ്ത് വരുമ്പം അപ്പോൾ ലാസ്റ്റ് വെച്ച അഡ്രസ്സിലോട്ടായിരിക്കും സ്റ്റാക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നിടത്തെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, കാരണം നമ്മൾ അവിടെ നിന്ന് പോപ്പ് ചെയ്യുകയാണ് അല്ലേ, സ്റ്റാക്കിൽ നിന്ന് എടുക്കുമ്പോൾ അതിനെ പോപ്പ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ ദ പോപ്പിംഗ് ഓപ്പറേഷൻ വി ഹാവ് ടു ഡിക്രിമെൻറ്റ് ദ സ്റ്റാക്ക് പോയിൻ്റർ ബൈ 1. സ്റ്റാക്ക് പോയിൻ്ററിനെ നമ്മൾ 1 ഡിക്രിമെൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഇനി നമുക്ക് സബ് റൂട്ടീനിലോട്ട് വല്ലതും സ്വിച്ച് ചെയ്യേണ്ട കേസസ് വരുവാണെങ്കിൽ നമ്മൾ സ്റ്റാക്ക് പോയിൻ്ററിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് അവിടെ ഇൻക്രിമെൻറ്റിന് ഒരു ഷോർട്ട് ഫോമാണ് എഴുതിയേക്കുന്നത്. ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടോട്ട് പുഷ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാക്കിലോട്ട് നമ്മൾ പുഷ് ചെയ്യേണ്ടത്. അതാണ് ഈ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ 2 ആൻഡ് ഗേറ്റാണ്. അത് ഈ പുഷിനെയും പോപ്പിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഈ 2 ആൻഡ് ഗേറ്റാണ്. ഈ 2 ആൻഡ് ഗേറ്റിലോട്ടും വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്, ഈ രണ്ടാമത്തെ ആൻഡ് ഗേറ്റിലോട്ട് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഒരു അതായത് ഈ I1നെ നോട്ട് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. ഇതെന്ന് പറയുന്ന I0 ആയിരിക്കും ഇവിടെ ഇൻപുട്ടായിട്ട് വരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത് പറഞ്ഞാൽ ടെസ്റ്റ് ബിറ്റ് വരും, I0 വരും, പിന്നെ I1 വരും, പിന്നെ I2 വരും. ഇത്രയും കാര്യങ്ങളാണ് ഈ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അതൊക്കെ നമ്മൾ പടം നോക്കി മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പല ഓപ്പറേഷൻസ്, ഇതിൻ്റെ വാല്യൂസ് വേരി ചെയ്യുമ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസാണ് നടക്കുന്നത്. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് തീർന്നു. വളരെ എളുപ്പമാണ്. ആ ഫിഗർ ഒന്ന് നിങ്ങൾ നീറ്റായിട്ട് പഠിച്ചാൽ മാത്രം മതി. അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ I1ൻ്റെ I0ൻ്റെ വാല്യൂ 0 0 0 1 1 0 1 1 ഈ വരുന്ന ഈ കണ്ടീഷൻസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് I1ൻ്റെ I0യുടെ വാല്യൂ 0 0 0 1 1 0 വരുന്ന ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സിലും I2ഉം Tയും നമ്മൾ ഡോൺ കെയർ ആയിട്ടാണ് എടുക്കുന്നത്. അതായത് I1ൻ്റെ I0യുടെ വാല്യൂ 0 0യും 0 1ഉം 1 0യും വരുന്ന കേസിൽ നമ്മൾ എന്തോ ചെയ്യുന്നു, I2ൻ്റെയും Tയുടെ വാല്യൂ ഡോൺ കെയർ ആയിട്ട് എടുക്കുന്നത്. അത് നമ്മൾ എടുക്കുന്നേ ഇല്ല, ആ വാല്യൂ നമ്മൾ എടുക്കുന്നതേ ഇല്ല. ഡോൺ കെയർ സ്റ്റേജിലാണ് നിൽക്കുന്നത്, ആ വാല്യൂ നമ്മൾ എടുക്കുന്നില്ല. I1ൻ്റെ I0യുടെയും വാല്യൂ 1 1 ആകുന്ന കേസിലാണ് നമ്മൾ പിന്നെ I2ൻ്റെയും Tയുടെയും വാല്യൂ നമ്മൾ എടുക്കുന്നത്. അത് അപ്പോൾ ആദ്യത്തെ കേസിൽ I2ൻ്റെയും Tയുടെയും വാല്യൂ 0 0 ആക്കുന്നു, പിന്നെ 0 1 ആക്കുന്നു, പിന്നെ 1 0 ആക്കുന്നു, പിന്നെ 1 1 ആക്കുന്നു, ഇവിടെ 1 1 ആക്കുന്നു. ഓക്കെ, അങ്ങനെ. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐയുടെ വാല്യൂ 1. അപ്പോൾ ഇതിനകത്ത് ഞാൻ മെയിനായിട്ടുള്ള 3-4 ഓപ്പറേഷൻസേ ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. 2-3 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാല്യൂ മാറ്റിയിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം I1ൻ്റെയും I0യുടെയും കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ I1 0 ആകുന്നു, I0 0 ആകും. നമുക്കറിയാം I1 0 ആകുമ്പോൾ ഒബ്വിയസ്ലി ഈ S1ലോട്ട് വരുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കുമല്ലോ. I1 0 ആകുമ്പോൾ S1ൽ വരുന്ന വാല്യൂ 0 ആയിരിക്കും. ഇനി I0 0 ആകുമ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു ഈ ഈ S0യിലോട്ട് 1 മിനിറ്റ് നമ്മുടെ ഇതിനകത്തോട്ട് പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് ആൻഡിൻ്റെ ഔട്ട്പുട്ടാണ് വരുന്നത്. ആൻഡിൻ്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആൻഡിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ രണ്ടും ആ 2 സെലക്ഷൻ വേരിയബിൾസും ഇപ്പോൾ എന്തായിട്ട് മാറി, 2 സെലക്ഷൻ വേരിയബിൾസും ഇപ്പം ഇതായിട്ട് മാറി, 0 ആയിട്ട് മാറി. അപ്പോൾ 0 വരുമ്പോൾ അതിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. 0 എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അഡ്രസ്സ്.
അപ്പോൾ എക്സ്റ്റേണൽ അഡ്രസ്സ്, അതായത് ഒരു മൈക്രോ പ്രോഗ്രാമിൻ്റെ ഇനിഷ്യലൈസേഷൻ്റെ തുടക്കം നമ്മൾ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ് ആ അഡ്രസ്സ് കിട്ടേണ്ടത്. അപ്പോൾ ഓർക്ക് I1 I0 00 ആകുന്ന കേസ്, പിന്നെ മറ്റേത് രണ്ടും ഡോൺ കെയർ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ നമുക്ക് ഏത് ഓപ്പറേഷനാണ് നടക്കേണ്ടത്? കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് നമ്മൾ മൾട്ടിപ്ലക്സറിൽ നിന്ന് ലോഡ് ചെയ്യുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നുള്ള അഡ്രസ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ ഈ രണ്ട് സമയത്ത്, അതായത് I1 I0 0 ആകുന്ന സമയത്ത്, I1 I0 0 ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ പുഷും പോപ്പ്, അതായത് ഈ നമ്മുടെ സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ആക്ടിവേറ്റ് ആകുന്നില്ല. നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പം എന്താണ് ഈ ആൻഡ് ഗേറ്റിൻ്റെ, അതായത് ഈ പുഷിൻ്റെ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അത് 0 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ അതുപോലെ ഈ പോപ്പിൻ്റെയും ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? I0യിൽ നിന്ന് വരുന്ന ഇൻപുട്ടാണ്. അപ്പോൾ അതും 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ പുഷും പോപ്പും ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഈ S1ൻ്റെ S0യുടെയും വാല്യൂ മാത്രം നോക്കിയാൽ മതി. S1ൻ്റെ S0യുടെയും വാല്യൂ 0 ആണ്. 0 ആകുമ്പോൾ വരുന്ന എക്സ്റ്റേണൽ അഡ്രസ്സിൽ നിന്നുള്ള എക്സ്റ്റേണൽ അഡ്രസ്സാണ് നമ്മൾ ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ അഡ്രസ്സാണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കേസ്. ഇനി I1 0 I0 1 ആയിട്ടുള്ള നെക്സ്റ്റ് കേസ് നോക്കാം. I1 0 ആകുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി S1 എന്തോ ആയിരിക്കും? 0 ആയിപ്പോൾ. I1 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി S1 0 ആവും. ഇനിയും S0, ഇത് S1 S0 ആണ്. S0 എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ I0 1 ആകുമ്പം എന്തോ ചെയ്യുന്നു? ഈ S0യുടെ വാല്യൂ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പം നോക്കുമ്പം നമുക്ക് മനസ്സിലാകാം ഇവിടെ ഇപ്പം ഈ 0യെ ഈ ഓർ ഗേറ്റ് എടുക്കുക. 0യെ അതിൻ്റെ നോട്ട് വരുമ്പോൾ 1 ആകും. അപ്പോൾ അവിടെ 1 ആണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു? ഇവിടെ 1 വരുന്നു. പിന്നെന്താണ്? ഇതിൻ്റെ ടെസ്റ്റ് ബിറ്റ് നമ്മൾ എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1 വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോട്ടിൽ 1 വരുമ്പോൾ നമുക്കറിയാം 1 തന്നെയായിരിക്കും. അപ്പം 1ഉം 1ഉം കൂടെ വരുമ്പോൾ ആൻഡ് ഗേറ്റിൽ നമ്മുടെ ഔട്ട്പുട്ട് വരുമ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. അപ്പം S1ഉം S0യും 0യും 1ഉം ആയിട്ട് വരുന്നു. അപ്പം 0യും 1ഉം ആയിട്ട് വരുമ്പം ഏതാണ്? ഡെസിമൽ എന്ന് പറയുമ്പോൾ 1 ആണ് അതിന്. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാക്ക് രജിസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു വാല്യൂ ആണ് 1 ആയിട്ട് വരുന്നത്. അതായത് റീഡ് ഫ്രം സ്റ്റാക്ക്, അതായത് പ്രോസസ്സ് സ്റ്റാക്കിൽ നിന്ന്, അതായത് നമ്മൾ സബ് റൂട്ടീനിൽ നിന്ന് റിട്ടേൺ ചെയ്ത് പ്രോസസ്സ് സ്റ്റാക്കിൽ നിന്ന് നെക്സ്റ്റ് അഡ്രസ്സ് എടുക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് 0 1 വരുമ്പം നടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമുക്ക് പ്രോസസ്സ് സ്റ്റാക്കിൽ നിന്ന് എടുക്കണമെങ്കിൽ നമ്മുടെ പോപ്പ് ഇവിടെ ആക്ടിവേറ്റ് ആകണമല്ലോ. അപ്പോൾ ഇവിടെ പോപ്പ് ആക്ടിവേറ്റ് ആകുമെന്ന് നമുക്കറിയാം. കാരണം ഇവിടെ ഇപ്പോഴും ഈ ആദ്യത്തെ ആൻഡ് ഗേറ്റിൻ്റെ, പുഷിൻ്റെ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 ആകുമ്പം അത് ഓട്ടോമാറ്റിക്കലി 0 ആയിപ്പോകുന്നു. പക്ഷേ പോപ്പിൻ്റെ നോക്കിക്കേ, പോപ്പിൻ്റെ വരുമ്പം ഇവിടെ ഈ നോട്ടിൻ്റെ 0യുടെ നെഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ 1 ആകുന്നു. പിന്നെ അതുപോലെ ഇവിടെ നിന്നുള്ള I0യിൽ നിന്നുള്ള 1 കൂടെ വരുമ്പോൾ ഇവിടെ എന്താണ്? സെക്കൻഡ് ആൻഡ് ഗേറ്റ് ആക്റ്റീവ് ആകുന്നു. അപ്പോൾ പോപ്പ് ചെയ്യുന്നു. അതായത് സ്റ്റാക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന ആ ഒരു അഡ്രസ്സ്, അതായത് പ്രോസസ്സർ സ്റ്റാക്കിൽ നിന്നുള്ള ആദ്യത്തെ അഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ഈ മൾട്ടിപ്ലക്സറിലോട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ 1 എന്ന് പറയുന്നത് പിന്നെ ആക്ടിവേറ്റ് ആകുമ്പോൾ ആ ഒരു അഡ്രസ്സാണ് അവിടെ എടുക്കുന്നത്. എന്നിട്ട് എന്തോ ചെയ്യുന്നു? എന്നിട്ട് നമ്മളിതിനെ ഡിക്രിമെൻ്റ് ചെയ്യും. ഇവിടെ കണ്ടോ, ഡിക്രിമെൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ശരിക്കും 0 1 വരുമ്പം നമുക്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ അഡ്രസ്സ് സ്റ്റാക്ക് രജിസ്റ്ററിൽ നിന്ന് റിട്ടേൺ അഡ്രസ്സ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് 0 1 വരുമ്പോൾ ചെയ്യുന്നത്. 0 1 വരുമ്പോൾ ഓക്കെ. ഇനി 1 0 വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 0 വരുമ്പം ഇവിടെ ആക്ടിവേറ്റ് ആകുന്നതെന്ന് വെച്ചാൽ 1 0 വരുമ്പോൾ ഈ 2 ആൻഡ് ഗേറ്റ് ഇവിടെ ആക്ടിവേറ്റ് ആകുന്നില്ല. അപ്പം നമുക്ക് സെലക്ഷൻ വേരിയബിൾസിൽ വരുന്ന 1 0 വരുമ്പോൾ അവിടെ വരുന്നതും എന്താണ്? 1 0 തന്നെയാണ് വരുന്നത്. 1 0 എന്ന് പറയുമ്പോൾ എന്താണ്? 2 ആണ് 1 0 എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ഡെസിമൽ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എന്താണ്? ഈ ഇൻക്രിമെൻ്ററിൽ നിന്നുള്ള ഒരു ഇതാണ് വരുന്നത്, ഇൻപുട്ടാണ്
ഇൻക്രിമെൻ്ററി എന്നുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ മക്സിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് സീക്വൻഷ്യലി അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യുക 1 by 1 ആയിട്ട്. അത് അഡ്രസ്സ് ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് അഡ്രസ്സ് ജനറേറ്റ്, ആ ഒരു അഡ്രസ്സായിരിക്കും കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് പോകുന്നത്. അവിടെ നമ്മൾ സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ് ഒന്നും വേണ്ട. ഓക്കെ, 10 വരുന്ന സമയത്ത്, പിന്നെ 11 വരുന്ന സമയത്തും ഈ ഒരു ഓപ്പറേഷൻ തന്നെ, അതായത് I2ഉം Tയും പിന്നെ എന്താണ് I2ഉം Tയും ഡോൺ കെയർ ആയിട്ട് 10 വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതാണ് CAR+1. ഇപ്പോൾ CARൽ കറണ്ട് അഡ്രസ്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഒന്നുകൂടെ ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ 3 കേസിൽ, അതായത് 0 0 1 0 1 1 0, ഈ 3 കേസിൽ നമ്മൾ എന്തോ ചെയ്യുന്നു, ഈ I2ൻ്റെയും Tയുടെ വാല്യൂ ഡോൺ കെയർ സ്റ്റേറ്റിലായിരിക്കും. പിന്നെ I1ൻ്റെ I0യുടെ വാല്യൂ 1 1 ആകുന്ന കേസ്, പിന്നെ 4ാമത്തെ കേസ് കണ്ടോ, 1 1 ആകുന്ന കേസിൽ എന്താണ്, ഈ I2നും Tയ്ക്കും നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. അതായത് 0 0 0 1 1 0 1 1. അപ്പോൾ ഈ I0 I1ഉം 1 ആകുന്ന സമയത്ത് 4 സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും. അതായത് I2ൻ്റെയും Tയുടെയും വാല്യൂ മാറുന്നതിനനുസരിച്ച്. അതപ്പം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ഒരെണ്ണമാണ് ഇവിടെ നോക്കി, I2 1 ആകുന്നു, I0 1 ആകുന്നു, I0 1 ആകുന്നു, I1ഉം 1 ആകുന്ന കേസ്, I0 1 ആകുന്നു, I1ഉം 1 ആകുന്നു. എന്നിട്ട് ഈ കേസ് നോക്കുക, അതായത് നമ്മുടെ ടെസ്റ്റ് ബിറ്റ് നമ്മുടേത് 1 ആകുന്നു, പിന്നെ അതുപോലെ നമ്മുടെ ഈ ബിറ്റ്, അതായത് I2 ബിറ്റ് നമ്മുടെ 0 ആകുന്നു, I2 ബിറ്റ് 0 ആകുന്നു, ടെസ്റ്റ് ബിറ്റ് 1 ആകും. അപ്പം നമ്മുടെ നോക്കി, അപ്പോൾ ഇവിടെ 1 1 വരുമ്പം എന്ത് ചെയ്യും, 1 മിനിറ്റ് ഉണ്ട്, ഇവിടെ രണ്ടിടത്തും 1 1 ആകുമ്പം S0യിലോട്ടും S1യിലോട്ടും വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 1 ആയിരിക്കും. അപ്പോൾ 1 1 ആകുമ്പോൾ നമുക്കറിയാം ഏതാണ് 1 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ് വരുന്നത്, ബ്രാഞ്ചാണ് വരുന്നത്. അപ്പോൾ ബ്രാഞ്ച് അഡ്രസ്സിനെയാണ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നത്. ബ്രാഞ്ച് അഡ്രസ്സിനെ എടുക്കുന്നു. പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ I2ൻ്റെ വാല്യൂ 0 വരുന്നതുകൊണ്ട് ഈ ആൻഡ് ഗേറ്റ് ഇവിടെ ആക്ടിവേറ്റ് ആകത്തില്ല. പിന്നെ അതുപോലെ ഇവിടെ നെഗേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 0 വരുന്നതുകൊണ്ട് സെക്കൻഡ് ആൻഡ് ഗേറ്റും ആക്ടിവേറ്റ് ആകത്തില്ല. അപ്പോൾ ഇവിടെ സ്റ്റാക്കിൽ നിന്നുള്ള ഒരു അഡ്രസ്സോ കാര്യങ്ങളോ സ്റ്റാക്ക് ഓപ്പറേഷൻസ് ഒന്നും തന്നെ വേണ്ട, ജസ്റ്റ് ബ്രാഞ്ചിങ് മാത്രം. അതായത് എവിടെയെങ്കിലും ഈഫെൽസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ച് അഡ്രസ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആ സമയത്ത് ബ്രാഞ്ചിങ് ഓപ്പറേഷനാണ് ഇത് വരുന്നത്. അതായത് I2ൽ 0 വരിക, ടെസ്റ്റ് ബിറ്റ് 1 വരിക, I1ൻ്റെ I0യുടെ വാല്യൂ 1 1 ആകുന്ന സമയത്ത് ബ്രാഞ്ച് അഡ്രസ്സായിരിക്കും നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓരോ കേസും ഡിഫറെൻറ്റ് കേസസുകൾ ഇവിടെ പറയുന്നേ ഉള്ളൂ, ബാക്കി നിങ്ങളിത് നോക്കി എഴുതിക്കോണം. ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു കേസുണ്ട്, അതായത് എല്ലാം 1 ആകുന്ന കേസ്, I0യും I1ഉം ടെസ്റ്റ് ബിറ്റും I2ഉം എല്ലാം 1 ആകുന്ന കേസിൽ ഇവിടെ 1 1 വരുമ്പോൾ നമുക്കറിയാം ഒബ്വിയസ്ലി തേർഡ് വൺ ബ്രാഞ്ചാണ്. പക്ഷേ ഈ ബ്രാഞ്ചിൽ ഒരു സ്പെഷ്യൽ കേസാണ്, കാരണം ഇവിടെ I2 1 ആകുമ്പോൾ ഇവിടുത്തെ പുഷ് നമ്മുടെ ആക്ടിവേറ്റ് ആകുന്നു. പുഷ് ആക്ടിവേറ്റ് ആകുമെന്ന് പറഞ്ഞാൽ ഇവിടെ വെറും ഒരു ബ്രാഞ്ചല്ല, സബ് റൂട്ടീനിലോട്ടുള്ള ഒരു ബ്രാഞ്ചാണ്, അതായത് വേറൊരു പ്രോഗ്രാമിലോട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് എന്തോ ചെയ്യണം, അതിൻ്റെ അഡ്രസ്സിനെ നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് കോളർ പ്രോഗ്രാമിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് നമ്മൾ സ്റ്റാക്കിൽ പുഷ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പുഷ് ആക്ടിവേറ്റ് ആയത്. എന്നിട്ട് സ്റ്റാക്ക് പോയിൻ്റർ നമ്മളൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഈ കറണ്ട് അഡ്രസ്സിനെ നെക്സ്റ്റ് അഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ സ്റ്റാക്കിൽ പുഷ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രാഞ്ച് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് കറണ്ട് അഡ്രസ്സ് രജിസ്റ്ററിലോട്ട് ബ്രാഞ്ച് അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ട് എന്താണ് SR എന്ന് പറയുന്നത് CAR+1 എന്ന് നമ്മൾ കറണ്ട് അഡ്രസ്സിൻ്റെ കൂടെ 1 ചേർക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ വാല്യൂ. അതായത് കറണ്ട് അഡ്രസ്സിൻ്റെ കൂടെ 1 ചേർക്കുമ്പോഴാണല്ലോ ഇനി തിരിച്ച് വന്നിട്ട് കോളർ പ്രോഗ്രാമിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ അല്ലേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അത് സ്റ്റാക്ക് രജിസ്റ്ററിൽ, അതായത് പ്രോസസ്സർ സ്റ്റാക്കിൽ കീപ്പ് ചെയ്തിട്ട് ബ്രാഞ്ച് അഡ്രസ്സ് നമ്മൾ CARലോട്ട് ലോഡ് ചെയ്യും. അങ്ങനെ അവിടെ ബ്രാഞ്ചിങ് നടക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നോക്കാനായിട്ട്. നമുക്കറിയാം എൻ്റെ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിനകത്ത് മെയിനായിട്ട് 2 പാർട്ടാണ് അതിൻ്റെ
മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അഡ്രസ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടും, പിന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇത് കൺട്രോൾ മെമ്മറിയിലാണ് നമ്മുടെ മൈക്രോ ഇൻസ്ട്രക്ഷൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് അഡ്രസ് ജനറേഷനെയാണ് നമ്മൾ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത്. കാരണം മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ എല്ലാം സീക്വൻസ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ പ്രോഗ്രാം സീക്വൻസറാണ്. അതൊരു MSI സർക്യൂട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ചെയ്യുന്ന 5 ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് എന്താണ് പലതരത്തിലുള്ള അഡ്രസ്സുകൾ ലോഡ് ചെയ്യേണ്ടി വരും. അതായത് സീക്വൻഷ്യൽ അഡ്രസ്സ്, ബ്രാഞ്ച് അഡ്രസ്സ്, സ്റ്റാറ്റസ് ബിറ്റ് നോക്കിയിട്ടുള്ള ബ്രാഞ്ചിങ് വരും, പിന്നെ എക്സ്റ്റേണൽ ഇൻപുട്ടിൽ നിന്നുള്ള അഡ്രസ്സ് എടുക്കേണ്ടതായിട്ട് വരും, പിന്നെ സബ് റൂട്ടീൻ കോൾസിലോട്ട് നമുക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതെല്ലാം പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്ലോക്ക് പൾസ്, ഇവിടെ നോക്കി ക്ലിയർ എന്ന് പറയുന്ന ഒരു സിഗ്നലും ക്ലോക്ക് പൾസും ഉണ്ട്. ക്ലോക്ക് പൾസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ എല്ലാം സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് പൾസ് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് കൊടുക്കുന്നത്. ക്ലിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഓപ്പറേഷൻസ്, അതായത് ഓരോ മൈക്രോ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോഴും നമുക്ക് ആ അഡ്രസ് രജിസ്റ്റർ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടാണ്. പുതിയ മൈക്രോ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമുക്ക് CARലോട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ പ്രീവിയസിനെ നമ്മൾ ക്ലിയർ ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്ലിയർ സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് വൃത്തിക്ക് പഠിക്കണം കേട്ടോ.